ആണോ മോളെ? എന്നിട്ടെന്താ ഇത്രയും നേരം ചോദിച്ചിട്ട് പറയായിരുന്നത്? യശോദ വന്ന് ഇത്രയും വലിയൊരു കള്ളം പറയുമെന്ന് അവൾക്ക് അറിയില്ലല്ലോ. യശോദേ, ഇപ്പോഴും നീ ഇവളെ രക്ഷിക്കാൻ നോക്കുക അല്ലേ? ഞാൻ എന്തിനാ അമ്മയോട് കള്ളം പറയുന്നേ? ഇവളെ ഇവിടെ നിർത്തിയിട്ട് 2 പനിക്കൂർക്കയില പറിക്കാൻ പോയതാ വെള്ളം തിളപ്പിക്കാനായിട്ട്. ഒന്നും പറ്റാതെ എന്റെ മോള് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാ ഞാൻ. അപ്പോഴാ അമ്മയുടെ ഓരോ പറച്ചിലുകള്. യശോദേ, അമ്മയ്ക്ക് കാര്യം എന്താണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇനിയിപ്പോ രാധികയുടെ കൂടെ ഒരാണ് വന്നു എന്ന് തന്നെയാണ് അമ്മയുടെ വിശ്വാസമെങ്കിൽ അത് മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. അമ്മ അകത്ത് കയറിപ്പോയെ. ഓരോന്നും കൊണ്ട് വന്നോളൂ. യശോദേ, തീക്കൊള്ളി കൊണ്ടാ നീ ഇപ്പൊ തലചൊറിയുന്നത്, അത് മറക്കണ്ട. എന്തിനാ കുട്ടി ഈ വൈകിയ നേരത്ത് കുളത്തിലേക്കൊക്കെ ഇറങ്ങാൻ പോയത്? ഇനി ഒന്നും ചോദിച്ച് ഇവളെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. മോള് വാ. മുത്തശ്ശി ഒന്ന് എഴുന്നേറ്റ്. എന്താടി മുത്തശ്ശി എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വന്നേ. എന്തിനാ? വരണം പ്രിയങ്കയും പുറത്ത് നിപ്പുണ്ട്. അതിന് നിനക്കെന്താ? അവര് ഭാര്യയും ഭർത്താവുമല്ലേ? അതല്ലെന്ന് തെളിയിക്കാനാ മുത്തശ്ശി ഞാൻ വിളിക്കുന്നേ. അവര് തമ്മിൽ അവിടെ പുരിഞ്ഞടിയാ. പരസ്പരം വെല്ലുവിളിക്കുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. കൽപ്പന, നിന്റെ ഈ അസുഖത്തിന് എന്റെ കയ്യിൽ മരുന്നില്ല. അല്ലെങ്കിൽ തന്നെ പിള്ളേരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു നിൽക്കുന്നിടത്ത് നീ എന്തിനാ ഒളിഞ്ഞു നോക്കാൻ പോകുന്നേ? ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും മുത്തശ്ശി വിശ്വസിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്റെ കൂടെ വന്നൊന്ന് നോക്ക്. അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താന്ന് മുത്തശ്ശിക്ക് ഇന്ന് ബോധ്യപ്പെടും. അല്ലെങ്കിൽ അവസാനം അവരിൽ ആരെങ്കിലും ഒരാളും മറ്റൊരാളെ കൊല്ലുമ്പോഴായിരിക്കും കണിമംഗലത്തുകാർ പഠിക്കുന്നത്. ശരി, ഞാൻ വരാം. പക്ഷെ അവിടെ ചെന്ന് നോക്കിയിട്ട് നിന്റെ അസൂയ മാത്രമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട മുത്തശ്ശിയെ ഇനി ചെകിടടിച്ച് തല്ലിക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്തായാലും ഇന്ന് മുത്തശ്ശിക്ക് അത് കാണുമ്പോ തൃപ്തിയായിക്കോളും. വാ എന്റെ കൂടെ വാ മുത്തശ്ശി, വാ. ഉറങ്ങിയില്ലേ? ഏയ് ഇല്ല, ഞാനേ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ. ശരിയാ, വെള്ളം കുടിക്കേണ്ട അവസ്ഥയാ ഇപ്പൊ ഏട്ടത്തേക്ക്, അല്ലേ വരുൺ? അതെ പ്രിയങ്ക, നമ്മുടെ ഈ സാധാരണ വലിയ വീട്ടിലെ കുട്ടികൾ പുറത്തു പോകുമ്പോഴേ ഒരു ഗൺമാനെ നിയോഗിക്കും അവരുടെ സുരക്ഷയ്ക്ക്. ഇവിടെ നമ്മുടെ സുരക്ഷ നോക്കുന്നത് ഏട്ടത്തിയാ. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ, ഏട്ടത്തിക്ക് ശമ്പളവും വേണ്ട, യൂണിഫോമും വേണ്ട. അല്ല ഏട്ടത്തി, ഏട്ടത്തി ഏട്ടത്തി വെള്ളം കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ഏട്ടത്തിക്ക് ഒരു തോന്നലുണ്ട്, ഏട്ടത്തി മിടുക്കിയാണെന്ന്. ആ തോന്നലുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏട്ടത്തിക്ക് മാത്രമേ മിടുക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നതാ കുഴപ്പം. പോട്ടെ ഏട്ടത്തി, വരും ഞാനില്ലാതെ ഉറങ്ങില്ല. എന്താ സംഭവിച്ചതെന്നറിയില്ല, പക്ഷെ ഞാനത് കണ്ടുപിടിക്കും. ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങള് എല്ലാവരെയും ഞാൻ അറിയിക്കും. യശോദേ, എന്തു പറ്റിയടാ? ഞാൻ വരുമ്പോ യശോദ പുറത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ബോധം കെട്ട് വീഴുകയായിരുന്നു. യശോദേ, മോളെ മോളെ കുറച്ച് വെള്ളം എടുത്തേ. യശോദേ, 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 മോളെ യശോദേ, പെട്ടെന്ന്. മോളെ, യശോദേ, കണ്ണു തുറക്ക് മോളെ. യശോദേ, 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 കണ്ണു തുറക്ക്. അച്ഛാ, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അമ്മക്ക് തീരെ വയ്യെന്ന് തോന്നുന്നു. ഞാൻ ഒരു വണ്ടി വിളിച്ചിട്ട് വരാം. യശോദേ, മോളെ, അമ്മ കണ്ണു യശോദേ, കണ്ണു തുറക്ക് മോളെ. യശോദേ, കുറച്ച് വെള്ളം കൂടി തളിക്ക്. യശോദേ, യശോദേ, എന്താടി
എന്താ പറ്റിയെന്ന് നിനക്ക്? ദേവേട്ടനെവിടെ? നീ അനങ്ങാതെ കിടക്കുന്നു കണ്ടപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വണ്ടി വിളിക്കാൻ പോയി. വണ്ടി വിളിക്കണ്ടെന്ന് വിളിച്ചു പറ. എനിക്ക് എങ്ങോട്ടും പോണ്ട. ആദ്യം നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. കുറച്ച് വെള്ളം കുടിക്ക്. നീ വെള്ളം എടുത്ത് കൊടുക്കണി. ഇങ്ങോട്ട് കൊണ്ട് കൊടുക്കണി. കുടി, കുറച്ച് വെള്ളം കുടിക്ക്. എന്താടി, ഇവളുടെ എന്തെങ്കിലും പ്രവൃത്തി കാരണമാണോ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? പൊയ്ക്കോ, എന്റെ കൺമുന്നിന്ന് പൊയ്ക്കോ. നീ കാര്യം എന്താന്ന് പറ യശോദേ. എനിക്ക് ചത്താ മതി അമ്മ. എന്തിനാടി ഇവിടെ വായും പൊളിച്ചിരിക്കുന്നത്? നിന്നെ കാണണ്ടെന്ന് ഇവള് പറഞ്ഞു കഴിഞ്ഞില്ലയോ? അല്ലെങ്കിലും എനിക്കറിയാം, വെള്ളവും വറ്റും തന്നവരെ ഓരോരുത്തരെ ആയിട്ട് നീ കൊന്നൊടുക്കും. ദേവേട്ടനെ വിളിക്കമ്മേ, എനിക്ക് ഒരിടത്തും പോണ്ടെന്ന് പറ. ആദ്യം നീ കാര്യം എന്താന്ന് പറ.